ഇതുപോലെ കോഫി പൗഡറൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ദിവസം വച്ചിരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിനുള്ളിൽ കട്ട പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും കോഫി പൗഡർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിൽ പോലും അത് അത്രയും വേസ്റ്റാണ്. കാരണം ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അപ്പം ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഈർപ്പം അടിച്ചിട്ടാണ് അതങ്ങനെ വരുന്നത്. നമ്മൾ ഈ കോഫി പൗഡർ നമുക്ക് ആവശ്യത്തിന് മാത്രം അതിൻ്റെ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു ക്ലിങ് ഫിലിം കൊണ്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയൊന്ന് കവർ ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഈ എക്സസ് ആയിരിക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ആവശ്യത്തിന് നമ്മളിത് ഓപ്പൺ ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കവർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം അങ്ങനെ വെക്കുമ്പം ഇതിനുള്ളിൽ ഇതുപോലെ ചീത്താവത്തില്ല. കണ്ടോ, ഇതിനുള്ളിലേക്ക് ഒന്നും കടക്കത്തില്ല. നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ എടുത്തിട്ട് വീണ്ടും ഇതുപോലെ ടൈറ്റ് ചെയ്ത് കവർ ചെയ്ത് ഇത് നമുക്ക് മൂടി മാറ്റി വെക്കാവുന്നതാണ്. നമ്മൾ തൈരാക്കാൻ വേണ്ടി പാല് ഒഴിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ഗ്ലാസ് കണ്ടെയ്നറിലേക്കാണ് ഒഴിച്ചു വെക്കുന്നതെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള തൈര് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഒഴിച്ചു വെച്ച പാലാണ്. ഇന്നിപ്പോൾ ഇത് കണ്ടോ, നല്ല കട്ടിയുള്ള തൈരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം തൈരുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സലു കിച്ചൻ കേർഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണാൻ സാധിക്കും. ഞാൻ ഇതിൻ്റെ കട്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഐസ്ക്രീം പോലെയല്ലേ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ രാത്രി പാലൊഴിച്ച് തൈരും ചേർത്ത് ഉറയാക്കാൻ വെച്ചതാണ്. ഇതിപ്പോൾ തൈര് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെയാണ്. ഞാൻ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റുവാണ്. മുട്ട എടുക്കുമ്പോൾ മുട്ട ചീത്തയായതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ചധികം വെള്ളം എടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഇപ്പൊ മുട്ട ഈ വെള്ളത്തിൽ താഴ്ന്നാണ് കിടക്കുന്നത്. അപ്പൊ ഇതിനർത്ഥം മുട്ട നല്ലതാണ്. ചീത്ത മുട്ടയാണെങ്കിൽ ഇത് വെള്ളത്തിന്റെ മീതെ പൊന്തിക്കിടക്കും. അപ്പൊ ആ മുട്ട നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമുക്ക് മുട്ട ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ കടല, പരിപ്പ്, പയറ് ഇതൊക്കെ വാങ്ങുമ്പോൾ ശരിക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് വാങ്ങി വെച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ നമ്മൾ ഇതുപോലത്തെ പാക്കറ്റ് വാങ്ങി നമ്മൾ ടിന്നിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല ഇത് എന്നാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നുള്ളത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്, ടിന്നിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കണ്ടോ, ഇതിലേക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനും എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഏത് സാധനമാണോ വാങ്ങുന്നത് അതിൻ്റെ ഈ എക്സ്പയറി ഡേറ്റിൻ്റെ അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇത് എക്സ്പയർ ആവുന്നോ ഇല്ലയോ എന്നുള്ളത്. കണ്ടോ, ഗോതമ്പ് മാവ് കുറച്ചധികം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയൊരു ബക്കറ്റിൽ ഇട്ടിട്ടാണ് നമ്മൾ ഗോതമ്പ് മാവ് ഉപയോഗിക്കുന്നത്. എനിക്കിവിടെ അരിമാവിനേക്കാളും കൂടുതൽ ഉപയോഗം വരുന്നത് ഗോതമ്പ് മാവിനാണ്. അപ്പം അത് എടുക്കാൻ സൗകര്യത്തിന് ഇതുപോലെ ഒരു സ്പൂണാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പം നനവോ ഒന്നും വരത്തില്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിൽ നിന്ന് എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഗോതമ്പ് മാവ് ചീത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബേ ലീഫ് എടുത്തിട്ട് ഈ ഗോതമ്പ് മാവ് ഇട്ടിരിക്കുന്ന ടിന്നിലേക്ക് ഇട്ട് കൊടുക്കണം. വലിയ ബേ ലീഫ് ആണെങ്കിൽ 2-3 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ബേ ലീഫ് ഇട്ടിട്ട് ഇതുപോലൊന്ന് ഇളക്കിയിട്ട് ഈ ടിന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മറ്റ് കീടങ്ങളൊന്നും വരത്തില്ല. പ്രഷർ കുക്കർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പം ഇതിനുള്ളിലെ വാഷർ ലൂസായിട്ട് വരും. അപ്പം അതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാഷർ എടുത്തിട്ട് ഫ്രീസറിലേക്ക് വെക്കണം. ഫ്രീസറിൽ വെച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ പ്രഷർ കുക്കറിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നമുക്ക് ഈ വാഷർ ഇരിക്കും. മിക്സിയുടെ ഇതുപോലത്തെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടുവാനായിട്ട് നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മൂർച്ച കുറച്ച് കുറഞ്ഞു വരും. ആ സമയം നമ്മൾ കുറച്ചധികം ഉപ്പെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ മിക്സിയുടെ ജാറ് ക്ലോസ് ചെയ്തിട്ട്
നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടിച്ചെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് നോക്കൂ. മിക്സിയുടെ ജാറിന്റെ ബ്ലേഡ് നമുക്ക് മൂർച്ചയായി കിട്ടും. പഞ്ചസാരയിലേക്ക് പ്രാണികൾ വരാതിരിക്കാനും ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 6-7 ഗ്രാമ്പു എടുത്തിട്ട് ഈ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചിരുന്നാൽ ഇതിലേക്ക് ഉറുമ്പോ മറ്റ് പ്രാണികളോ വരത്തില്ല. നമ്മൾ എടുക്കുമ്പോൾ ആ ഗ്രാമ്പു അതിലേക്ക് മാറ്റി വെച്ചിട്ട് എടുത്താൽ മതി. പൊട്ടറ്റോയും സവാളയും ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലിട്ട് വെക്കരുത്. ഇപ്പോൾ 1 കിലോ സവാള അല്ലെങ്കിൽ 2 കിലോ സവാളയും പൊട്ടറ്റോയും ഒക്കെ വാങ്ങിച്ചിട്ട് ഒരുമിച്ച് എളുപ്പത്തിന് വേണ്ടി ബാസ്ക്കറ്റിൽ സൂക്ഷിക്കരുത്. അങ്ങനെ നമ്മൾ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ചീത്താവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ സവാളയും പൊട്ടറ്റോയും സെപ്പറേറ്റ് തന്നെ നമ്മൾ ബാസ്ക്കറ്റിൽ സൂക്ഷിക്കണം. അപ്പോൾ നമുക്കിത് കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ചെറിയ ജീരകവും പെരിഞ്ജീരകവും ഒക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലേക്ക് കൊച്ചു കൊച്ചു പ്രാണികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് ഓരോ ഗ്രാമ്പു വീതം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ എന്തെങ്കിലും കുക്കിംഗ് ആവശ്യത്തിന് വേണ്ടി ബ്രെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അരികുവശം ഞാൻ പറയത്തില്ലേ, അത് കളയേണ്ട ആവശ്യമില്ല. അത് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാവുന്നതാണെന്ന്. ഇപ്പം നമ്മൾ അന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ ടിഫിനിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പിറ്റേ ദിവസമോ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ, നല്ല ഫൈനായിട്ട് ഇത് പൊടിച്ചെടുക്കണം. പാൻ എടുക്കുമ്പോൾ പാൻ എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം വരാൻ പാടില്ല. ഇനി നമുക്ക് ഇത് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത്. പ്ലെയിൻ ബ്രെഡ് ക്രംസ് ആണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയത്. ബ്രെഡ് ക്രംസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യാനുസരണം ഈ ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാവുന്നതാണ്. അരി സൂക്ഷിക്കുന്ന ബക്കറ്റിലേക്ക് മറ്റു പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് 3-4 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിലേക്ക് മറ്റ് പ്രാണികൾ വരത്തില്ല. വെളുത്തുള്ളി പൊളിക്കണമെങ്കിൽ ഇപ്പം നമുക്ക് ഗൾഫിലൊക്കെ കിട്ടുന്ന വെളുത്തുള്ളി പൊളിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇപ്പം നാട്ടിലെ വെളുത്തുള്ളി നമുക്ക് പൊളിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ വെളുത്തുള്ളി എടുത്ത് ഇതുപോലെ കമഴ്ത്തി വെക്കും. ഒരു ഇടിയലുകൊണ്ട് ഒന്ന് ചതച്ചു കൊടുക്കും. വളരെ ശക്തമായിട്ട് ചതക്കില്ല കേട്ടോ, ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടോ, ഈ വെളുത്തുള്ളിയെല്ലാം ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കും. കണ്ടോ, അതിൻ്റെ ആ സെൻറ്ററിലെ പോർഷൻ വന്നിട്ട് ശരിക്കതങ്ങ് മാറിക്കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഈ വെളുത്തുള്ളി നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനും എളുപ്പമാണ്. അതിന് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് ജസ്റ്റ് ഈ കല്ലുകൊണ്ട് ഇതുപോലെ ഒന്ന് ചതച്ചു കൊടുക്കും. ചതച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് വെളുത്തുള്ളി ഈ സ്കിന്നിൽ നിന്ന് വിട്ട് കിട്ടും. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, കാരണം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം ഏകദേശം ഒരു 2 കിലോയോളം വെളുത്തുള്ളി എനിക്ക് പൊളിക്കേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ ഈസി ആയിട്ട് ഇതുപോലെയാണ് പൊളിച്ചെടുക്കുന്നത്. അല്ലാതെ നമ്മൾ കത്തി കൊണ്ട് പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്, എനിക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇതുപോലെയാണ് വെളുത്തുള്ളി പൊളിച്ചെടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. കണ്ടോ, എളുപ്പമല്ലേ? കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഗ്യാസിൻ്റെ ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ അല്ല, ശ്രദ്ധിക്കണം, ബേക്കിംഗ് സോഡ അതിട്ട് കൊടുക്കാം. നമുക്കിതിനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ബേക്കിംഗ് സോഡ ഉപയോഗിക്കണം എന്നില്ല. വളരെ ക്വാളിറ്റി കുറഞ്ഞ ബേക്കിംഗ് സോഡയും നമുക്ക് കിട്ടുന്നുണ്ട്, അത് വാങ്ങി ഉപയോഗിച്ചാലും മതിയാവും. പിന്നെ വേണ്ടത് വിനേഗറാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഈ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. മതി. നമ്മളിത് ഒഴിച്ച ശേഷം നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ പതഞ്ഞു വരുന്നത്, കണ്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ
1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇത് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇതിലേക്ക് 1 ഡ്രോപ്പ് സോപ്പിൻ്റെ ലിക്വിഡ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് ഏത് ലിക്വിഡായാലും കുഴപ്പമില്ല, ഇത്രയും മതിയാകും. ഇനി ഇത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി ഇതുപോലെ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് കേടാവത്തൊന്നുമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയും. ഗ്യാസിൻ്റെ ടോപ്പിലേക്ക് എണ്ണയൊക്കെ തെറിച്ച് നാശമായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മളിതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ലിക്വിഡ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത ശേഷം ഈ ഗ്യാസിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഒരു സ്പോഞ്ച് കൊണ്ടൊന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കണം. തേച്ചിട്ട് ഉടൻ തന്നെ നമ്മളിത് ക്ലീൻ ചെയ്യരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മളിത് ക്ലീൻ ചെയ്യാവൂ. ഇത്രയും മതിയാകും. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഒരു സ്ക്രബ്ബർ വേണം എടുക്കാനുള്ളത്. എടുത്തിട്ട് സ്റ്റീൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ മൊത്തം സ്ക്രാച്ച് വരും. അപ്പം അതുകൊണ്ട് ഇതുപോലെ ഒരു സ്ക്രബ്ബർ എടുത്താൽ മതി. എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കണം. കണ്ടോ, ഇപ്പം തന്നെ നമുക്ക് കാണാം നല്ലൊരു കളർ ചേഞ്ചിങ്. ഇനി നമുക്ക് ഒരു ടവൽ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ശരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു വ്യത്യാസം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ? ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ കഴിയും. അല്ലാതെ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഇതുപോലെ തന്നെ നമുക്ക് കിച്ചൻ്റെ സിങ്കും ക്ലീൻ ചെയ്യാവുന്നതാണ്.